എന്റെ റിസൾട്ടിൽ തന്നെ ആദ്യം തുടക്കം കുറിക്കാം. ഞാന് ഡിസംബർ 13-ാം തീയതി ആയിട്ടാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നു ചേർന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് സാധാരണ നോർമലായിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കസേര ഇട്ടിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ നോവേദന ക്യാപ്സ്യൂളും നാഡ്സിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 മാസമൊക്കെ കഴിക്കുമ്പോഴത്തേന് തന്നെ എനിക്ക് നല്ല മാറ്റം. എന്നാലും വേണ്ടില്ല, ഞാനത് 3 മാസം തന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. പിന്നെ അതേപോലെ സോറിയാസിസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സോറിയാസിസിന് ബ്ലഡ് പ്യൂരിഫയർ ഞാനൊരു 13 ബോട്ടിലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഡോക്ടേഴ്സിനും, സ്കിന്നിന്റെ ഡോക്ടർ ഇപ്പോ ചകരങ്ങളാണെങ്കിലും കുന്നങ്ങളാണെങ്കിലും ചാവക്കാടാണെങ്കിലും ഒക്കെ ഏകദേശം ഒരു 2 വർഷമായി ഞാൻ അതിനു വേണ്ടി കാണിക്കും. പക്ഷെ നമ്മളാ കഴിക്കുമ്പോ അപ്പൊ ഒരു മാറ്റം എന്നല്ലാണ്ട് വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതിലൂടെയാണ് ഞാൻ കഴിച്ചപ്പോഴാണ് എനിക്ക് മാറ്റം നല്ലതുപോലെ ഉണ്ടായത്. പിന്നെ എന്റെ ജ്യേഷ്ഠത്തിക്ക് അതേപോലെ വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. താത്താക്കും ഇതേപോലെ ഞാന് വെൽഹാർട്ടും ഡെയിലി ഡീറ്റോക്സും അതേപോലെ ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. താത്താക്കും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അതേപോലെ താത്താടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചെവി മുകളിലായിരുന്നു. അതിന് ഞാൻ കവചപ്രാശ ലേഹ്യം കൊടുത്ത് നോവേദന ക്യാപ്സ്യൂളും കൊടുത്ത് ഡെയിലി ഡീറ്റോക്സും കൊടുത്ത് 3 മാസം കഴിക്കുമ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അതേപോലെ ആ ചേച്ചിയുടെ മോനുക്കും വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സെയിം ഇത് തന്നെ ഞാൻ കൊടുത്തത്. ഡെയിലി ഡീറ്റോക്സും കൊടുത്ത് വെൽഹാർട്ടും കൊടുത്ത് ബ്ലഡ് പ്യൂരിഫയറും കൊടുത്ത് നോവേദന ക്യാപ്സ്യൂളും കൊടുത്തിട്ടുള്ള ഒരു 2 മന്ത്സ് ആകുമ്പോഴത്തേനും അവരും നല്ല റിസൾട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് പെട്ടെന്ന് കാലിന്റെ മുട്ടില് എന്താന്നറിയില്ല, ഒരു വേദന പോലെ, നമുക്ക് പെട്ടെന്ന് കാല് സ്റ്റെക്കായ പോലെ. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തേയ്മാനാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഇതേപോലെ ചങ്ങരംകുളത്ത് കാണിച്ചൊരു ഡോക്ടറിനെ 10 ദിവസം മരുന്ന് കഴിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. തൃശ്ശൂർ എന്നിട്ട് പോയി കാണിച്ച്. നമ്മളിപ്പോ ഒരു പെട്ടെന്നൊരു വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ക്യാപ്സ്യൂൾ എടുത്തിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നെ തൃശ്ശൂർ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു തേയ്മാനാണ് വന്നത്. പക്ഷെ എങ്കിലും ഞാൻ ധാരാണി സാറിനോടും അലി സാറിനോടും ഒക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നോവേദന ക്യാപ്സ്യൂളും നാഡ്സിയം ഒക്കെ കഴിക്കാൻ പറഞ്ഞ. പിന്നെ ഞാൻ ആയിക്കൂടെ 95 നമ്മുടെ സ്പൈന ഗോൾഡ് മുരിങ്ങ ക്യാപ്സ്യൂള് നോവേദന ക്യാപ്സ്യൂൾ ഒക്കെ കഴിച്ച് നല്ല റിസൾട്ട്. ഞാൻ പോലും അറിഞ്ഞില്ല വേദന എങ്ങനെ പോയി എന്നുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ പല്ലുവേദനയ്ക്ക് റെഡ് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ പറഞ്ഞു കൊടുക്കും, 15 ദിവസം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഹെർബൽ പേസ്റ്റ് യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് തന്നെയാണ്. പിന്നെ ചാമ്പി തൈലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആണ്. കാരണം എന്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ ഇതുപോലെ ധാരണി സാറിന്റെയും ബിജു സാറിന്റെ ഒരു ക്ലാസ് ഇവിടെ പൂക്കൂരുണ്ടായിരുന്നു. പെട്ടെന്ന് പൂവിന്ന് കാല് കുത്തി വീഴുന്നു. നല്ല വേദനയായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും വേദനയില്ല. വൈകുന്നേരം ഇപ്പൊ നല്ല വേദന ഉണ്ട് തുടങ്ങി. ചാമ്പിത്തൈലും നോവേദന ജെല്ലും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരേ സെയിം ഇതിൽ തന്നെ നന്നായി തേച്ച് പിടിപ്പിച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും 3/4 ഭാഗത്തോളം അതും മാറി. പിന്നെ ആകെ ഒരു 1/4 ഭാഗം ഉണ്ടല്ലോ, അതും ഞാൻ ഈ ചാമ്പിത്തൈലം നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഞാൻ തന്നെ അത് യൂസ് ചെയ്ത് അത് കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് അതേപോലെ മുട്ടുവേദനക്ക് കൊടുത്തപ്പോ അവരും ഒരു 2 പ്രാവശ്യം തേച്ചപ്പോ അവർക്ക് നല്ല സമാധാനം കിട്ടിയത്. എനിക്കും നല്ല സമാധാനം തന്നെ കിട്ടിയത്. പിന്നെ നമ്മുടെ വൂണ്ട് ഹീലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഉമ്മയുടെ പുറത്തൊരു ചൊറി ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞൊരു വട്ടത്തില്. അപ്പൊ ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒരു പ്രാവശ്യം തേച്ചുള്ളൂ. നല്ല റിസൾട്ട് തന്നെ ഉമ്മ കിട്ടിയത്. ഞാനും മറ്റേ വേനൽക്കാലത്ത് പുറത്തു പോകുമ്പോ നമ്മുടെ ഫെയർ ലവ്ലി തേക്കണ പോലെ ഞാൻ കയ്യുമ്പിലും മുഖത്തൊക്കെ തേക്കും. നല്ല റിസൾട്ട് തന്നെയാണ് അതൊന്നും നമുക്ക് കിട്ടിയത്. എങ്ങനെ പോയാലും നമ്മൾ പറയില്ലേ, പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഒരു 2 വർഷം മുന്നേ കുറെ റിസൾട്ടുകൾ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു 2 വർഷം മുന്നേ എനിക്ക് കാല് നല്ല വേദനയായിരുന്നു. കാലെന്ന് വെച്ചാല് ഹീലിന്റെ അവിടെ, നമ്മുടെ മടമ്പിന്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. രാവിലെ എണീക്കുമ്പോഴും ഒക്കെ ആയിരുന്നു ആദ്യം വേദന തുടങ്ങിയത്. അപ്പൊ അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞപ്പോ അവർ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാ വേദന എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനും അതങ്ങനെ എടുത്തു. പക്ഷെ ഒരു ദിവസം ഫുള്ളായിട്ടും കാലിന്റെ അടി ഇങ്ങനെ ഭയങ്കര വിങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാന് ആദ്യമൊക്കെ ഉപ്പുവെള്ളമൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനൊക്കെ ഉപ്പുവെള്ളത്തിലൊക്കെ കാലിട്ട് ഇരിക്കായിരുന്നു. കുറച്ചു നേരത്തെ ഒരു സമാധാനം എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, ലാസ്റ്റ് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു. അങ്ങനെ കുറെ ഡോക്ടർമാരും കുറെ കോഴ്സുകളായിട്ട് അവരിങ്ങനെ ഓരോ മരുന്നുകൾ എന്ത് ചെയ്തിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ ഒന്നെടുക്കുമ്പോ നമ്മള് കാലിങ്ങനെ കല്ലുമ്മ വെച്ച് ഉരക്കുമ്പോ പോലും ആ വേദന എന്റെ തലയുടെ മേലേക്ക് എത്തിയിരുന്നു. അങ്ങനത്തെ വേദനയായിരുന്നു എന്റെ കാലിന്റെ ഹീലിന്റെ അവിടെ. ലാസ്റ്റ് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോ ഒരു ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാല് ഹീലിന്റെ അവിടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാന്.
ഇഞ്ചക്ഷൻ ചെയ്തത് നേരെ എല്ലിന്റെ അവിടേക്കാണ് ആ ഇഞ്ചക്ഷൻ പോവുക. അപ്പൊ വേദന അങ്ങ് മാറിക്കോളും പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഏറെ ടെൻഷനായി. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഡോക്ടർമാരൊക്കെ കാണിക്കുമ്പോഴും എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മരുന്നുണ്ട്, നീ ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നല്ല പൈസയാണ് അതിനെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാനത് കൂട്ടാക്കല് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറും നോക്കാന്ന് പറഞ്ഞിട്ട് നിന്ന്. ലാസ്റ്റ് എന്നോട് സമ്മതം ചോദിക്കാണ്ട് ഹസ്ബൻഡ് എന്നെ പറഞ്ഞു ഇനിയൊന്നും പറയണ്ട, ഞാന് റെഡി ആക്കിയിട്ടുണ്ട്, അലിക്കുഞ്ഞു സാറും മേഡം അങ്ങനെ വിളിക്കുന്നതിന്റെ പ്രശ്നം എന്താ പറഞ്ഞിട്ട് ഒരു മരുന്ന് തരും, അത് നീ വാങ്ങിച്ച് കഴിക്കുന്ന് പറഞ്ഞു. അങ്ങനെ സാറും മേഡം കൂടിയിട്ട് നോവേദന ക്യാപ്സ്യൂള്, ചാമ്പി തൈലം, നാക്സിൻ ക്യാപ്സ്യൂള്, നോവേദന ജെല്ല്, അങ്ങനെ 4 മരുന്ന് സജസ്റ്റ് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്തു, ചാമ്പി തൈലും നോവേദന ജെല്ലും മിക്സ് ആക്കിയിട്ട് കാലിന്റെ ഹീലിന്റെ അവിടെ ഒക്കെ തേച്ചു, മറ്റേത് കഴിക്കാനും തുടങ്ങി. എന്നിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴും എനിക്കൊരു മാറ്റമില്ല. ഇതേപോലെ തന്നെയാണ് എനിക്ക് വേദന, ഭയങ്കര വേദനയാണ്. അപ്പൊ ഞാൻ അലികുഞ്ഞു സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഒരു വേദന കുറവുമില്ല, എനിക്ക് വയ്യ ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു മോള് ഒരു പണി ചെയ്യേ, നിർത്തല്ല, ഈ മരുന്ന് ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യേ. നമുക്ക് 3 മാസത്തെ കോഴ്സാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1 മാസം കൂടി കണ്ടിന്യൂ ചെയ്യേ, നമുക്ക് ഒന്നും കൂടി നോക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആയിക്കോട്ടെ 1 മാസം കൂടി, അടുത്ത നെക്സ്റ്റ് മന്തിന്റെ മരുന്ന് ഞാൻ വാങ്ങി. അവിടുന്ന് സെക്കൻഡ് മന്ത് ഫുള്ളായിട്ടില്ല, പകുതി ആയപ്പോഴത്തേന് തന്നെ എന്റെ കാലിന്റെ വേദന മാറ്റങ്ങൾ കണ്ടു. കാരണം ഈ ഹീലിന്റെ മേലത്തെ വേദന എന്ത് ചെയ്തു, മേലേക്ക് കേറിയിട്ട് മസിലിനൊക്കെ വേദന വരാൻ തുടങ്ങി. അത്രക്ക് വേദന നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കാലിന്റെ മേലെ തന്നെ എന്തോ ഒഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രക്കും വേദന, എന്തോ ഒരു സാധനം വെച്ച് നടക്കായിരുന്നു ഞാന്. ആ സെക്കൻഡ് മന്ത് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേന് എന്റെ വേദന പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരുന്നു. 30 വയസ്സ് അടുത്തുള്ള 37 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, അവർക്ക് വീട്ടുജോലി ചെയ്യാൻ കഴിയുന്നില്ല, ശരീരത്തിന്റെ എല്ലാ കെണുപ്പിലും വേദന വന്ന് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞാൽ 7 വർഷം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് യാതൊരു മാറ്റം കാണുന്നില്ല. മാറ്റുന്നതിനാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലാണ്ട് ഇത് മാറിപ്പോന്നില്ല. അങ്ങനെ എന്നും ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കലായിരുന്നു. അങ്ങനെ ഈ സമയത്താണ് എൻ്റെ അടുത്ത് വിഷയത്തെ, എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്. അങ്ങനെ എനിക്ക് ധൈര്യം പോരാ, അങ്ങനെ എന്താക്കി ആ സമയത്ത് ഞാൻ അയ്യൂബ് സാറിന്റെ ടീമിൽപ്പെട്ടതാണ്, അയ്യൂബ് സാറിന്റെ ഡീലർ. അപ്പോ അയ്യൂബ് സാർ എന്നോ പറഞ്ഞു അത് ആമവാദാണ്, ആമവാദത്തിന് നമുക്ക് കൊടുക്കേണ്ടത് 95 ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ സ്പെയറിന ഗോൾഡ്, നോവേദന ക്യാപ്സൂള്, പിന്നെ ഒരു 1-2 മാസം ഫീലിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ഈ ഉൽപ്പന്നം കൊടുത്ത സമയത്ത് അള്ളാഹുവിന്റെ കുദ്റത്തുകൊണ്ട് വലിയ മാറ്റം വന്നു. വലിയ സന്തോഷമായി ടീം, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ വലിയൊരു റിസൾട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പം നമ്മളെ ആമവാദത്തിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്, അതിന്റെ അനുഭവമാണ്. അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് വേറെ ഉണ്ട്, പറയുന്നില്ല. കാരണം വെരിക്കോസിനും അതുപോലെ തന്നെ മറ്റുള്ള ഇതര അസുഖങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഈ ആമവാദത്തിന്റെ വിഷയം നമ്മൾ 100% ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ആ വീട്ടിലെ വർക്ക് മുഴുവനും ആദ്യം ക്യാഷ് കൊടുത്ത ഒരാളെ നിർത്തിയിട്ടാണ് മറ്റെല്ലാ വർക്കും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, സ്വന്തം കാര്യം ചെയ്യാൻ അതിനുള്ള കഴിവ് വന്നു. എല്ലാ കാര്യങ്ങളും സ്വന്തമാണ് ചെയ്യല്. ഇപ്പം ശരീരത്തിന്റെ കണുപ്പുകൾക്കുള്ള വേദന ഇല്ലാതായി, കുഴപ്പമില്ല, ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുക. പക്ഷെ എന്നാലും അവര് ഈ നോവേദന ക്യാപ്സൂള് പിന്നെ ഇടയ്ക്കിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു. അതന്നെ. അപ്പൊ അതുപോലെ തന്നെ വെരിക്കോസിനാണ് നല്ല റിസൾട്ടാണ്. വെരിക്കോസിന് കറുത്ത കളർ ഉണ്ടായിരുന്നു. അത് വേറൊരാൾക്കട്ടോ, വയനാട്ടില് കറുത്ത കളറ് കാലിൽ ഉണ്ടായിരുന്നു, പിന്നെ ഞെരുമ്പിന്റെ തടിപ്പ്. അപ്പൊ ഇതൊക്കെ ആദ്യമുള്ള ഒന്നുകൂടി പറയാൻ വിട്ടുപോയി. ആദ്യം ആമവാദത്തിന് കൊടുത്ത സ്ഥലത്ത് 3 മാസം കറക്റ്റ് ആയിട്ട് കൊടുത്തു. അത് കണ്ടിന്യൂ ആയിട്ട് അവർ ഉപയോഗിച്ചതിന്റെ പേരിലാണ് മാറി. നമ്മുടെ ഉൽപ്പന്നം ഏതെന്നാണെങ്കിലും ശരി, കണ്ടിന്യൂ ആയിക്കൊണ്ട് 3 മാസം കണ്ടിന്യൂ ആയി ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിന് ശരിക്കും റിസൾട്ട് കിട്ടുക. അല്ലാണ്ട് ആദ്യം 1 മാസം കഴിച്ചു എനിക്ക് വേണ്ട, ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആളെന്താവും, നെഗറ്റീവായി പോകും. അതിനൊക്കെ ഏറ്റവും നല്ല മാർഗം അവരോട് പറയാ, 3 മാസം കണ്ടിന്യൂ ആയി കഴിക്കാൻ പറ്റെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ മതി. അവർ കൊടുത്തില്ലാന്നേ ഉള്ളൂ. പക്ഷെ എന്തില്ല, നെഗറ്റീവിന്റെ പ്രശ്നം അവിടെ വരൂല.
അപ്പൊ അതുകൊണ്ട് 3 മാസത്തെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കൊടുക്കണം എന്നാണ് നമ്മളെ കമ്പനി പറയുന്നത്. അതുപോലെ വെരിക്കോസിന് ഞാൻ കൊടുത്തത് ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ടും ഡയലിറ്റോക്സും അത് വളരെയധികം നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതും കണ്ടിന്യൂ ആയിട്ട് 3 മാസം മുതൽ 6 മാസം വരെ ചിലത് കഴിക്കേണ്ടി വരും. കാരണം വെച്ചാല് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ 6 മാസം വരെ കഴിക്കേണ്ടി വരും. ഏതായാലും ഇതും നല്ല റിസൾട്ട്, അങ്ങനെ ഒരുപാട് റിസൾട്ട് പറയാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയുന്നത് വെൽഹാർട്ടിനെ പറ്റി പറയുന്നത് ഞാൻ അവർക്ക് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ഡോക്ടറോട് ചോദിക്കാണ്ടേ വെൽഹാർട്ട് കൊടുത്ത്. പക്ഷെ അത് കഴിക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു മാറ്റം ഉണ്ട് പറഞ്ഞ് സ്ഥിരം കഴിക്കാൻ ഇതാവുക. അപ്പൊ ഞങ്ങൾ പെരുന്തൽമണ്ണ പിന്നെ EMS ഹോസ്പിറ്റലില് സോമനാഥൻ ഡോക്ടറെ ചികിത്സിച്ചു. അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ പിന്നെ വെൽഹാർട്ടിന്റെ ബോട്ടിൽ കൊണ്ടുപോയി ഡോക്ടർക്ക് കാണിച്ചു കൊടുത്ത്. അപ്പൊ ഡോക്ടറൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, മരുന്ന് സ്ഥിരം കൊടുത്തോളുന്നു. അപ്പൊ ഹസ്ബൻഡ് ആ മരുന്ന് സ്ഥിരം കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു 3 വയസ്സായ പേരക്കുട്ടി ഉണ്ട്. അതിന് ചുമയിട്ടാണ് ഞാൻ പിന്നെ പ്രൊഡക്റ്റ് വെച്ച് കഫ്നീര് വെച്ചിട്ട് കുട്ടിക്ക് നല്ല മാറ്റമായിരുന്നു. പിന്നെ പേസ്റ്റ് കൊടുത്തിട്ട് പല്ലുവേദന ഉള്ളവർക്ക് പേസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് നല്ല മാറ്റാണ്. പിന്നെ യൂട്രസിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ സൈക്ലോവിൻ, വുമൺ കമ്പാനിയും ഫീഡിംഗ് സിറപ്പും കൊടുത്ത് അപ്പൊ അവർക്ക് അതിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ട് അവർക്ക് യൂറിക് ഫ്ലഷ് കൊടുത്തിട്ട് 1 മാസമേ അവർ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തന്നെ അവർക്ക് പിന്നെ പരിപൂർണമായിട്ട് മാറ്റം വന്ന്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ